ഹലോ, എൻ്റെ പേര് ലക്ഷ്മി നന്ദ, ലേൺവൈസ് ഫാക്കൽറ്റി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2ലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിൽ നിന്നും എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഡിഫറെന്റ് ആയിരിക്കുന്നത്. സോ അതിന്റെ നീഡ് ആൻഡ് സ്കോപ്പ് അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ ആണ് എന്ത്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും നമ്മളൊരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലൂടെയാണ് പോകുന്നത്. ഇപ്പം ചിലപ്പോൾ അതിന്റെ ഒരു ഫീച്ചർ കൊണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ സൈസോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയി ഇരിക്കുമ്പോൾ അതിന്റെ സെയിൽസ് കൂടാനോ അല്ലെങ്കിൽ ഗ്രോത്ത് കൂടാനോ ഉള്ള ചാൻസസ് കൂടുതലാണ്. സോ എൻ്റെ ഒരു പ്രോഡക്റ്റ് കോമ്പറ്റീഷനിൽ മുന്നിലേക്ക് വരണം, അല്ലെങ്കിൽ സെയിൽസ് കൂടുതൽ വരണം മറ്റുള്ള പ്രൊഡക്റ്റിനെക്കാളും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഫാക്ടറാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഡിഫറെന്റ് മീൻസ് ഓഫ് ഡിഫറൻസിയേഷൻ. പല രീതിയിലുള്ള ഡിഫറൻസിയേഷൻ അവിടെ വരുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിന്റെ സൈസിലാവാം, കളറിലാവാം, അല്ലെങ്കിൽ അവർ തരുന്ന എന്തെങ്കിലും സർവീസിലാവാം. പല കാരണങ്ങളിലുള്ള മീൻസ് ഡിഫറൻസിയേഷനിൽ വരുന്നുണ്ട്. അത് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കും. ആൻഡ് നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻഷിയേറ്റർ ഈസ് ഡിസൈൻ. ഒരു ഡിസൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റർ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്നത് അതിന്റെ ആ ഒരു ലുക്കും ആ ഒരു അട്രാക്റ്റീവ്നെസ്സും ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ലുക്കാണ്. സോ അതിന്റെ ഒരു ഡിസൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പം ഇപ്പം ഒരു സോപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സോപ്പ് ഓവൽ ഷേപ്പിലായിരിക്കാം, ഒരു സോപ്പ് അവിടെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കാം. അപ്പൊ അവിടെ ഒരു ഡിഫറൻഷിയേഷൻ വരികയാണ്. സോ അതിന്റെ ആ ഒരു ഡിസൈനിലുള്ള ഡിഫറൻഷിയേഷനും കാര്യങ്ങളും ആവാം. സോ ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന്റെ മെയിൻ ആയിട്ടുള്ള നീഡും സ്കോപ്പും എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് സെവറൽ മീൻസിലുണ്ട്. സോ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഫോർ. ഇറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ഫോർ. അതായത് ചിലപ്പോൾ അതിന്റെ ഷേപ്പ് ആവാം, സൈസ് ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോപ്പിന്റെ ചിലത് ഓവൽ ഷേപ്പിലാവും, ചിലപ്പോൾ അത് റെക്ടാങ്കിൾ ഷേപ്പിലാവും. അങ്ങനെ പല ഷേപ്പിലുള്ളതാവാം. അതിനാണ് ഫോം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിന്റെ കളർ ആയിരിക്കാം. അതിനൊക്കെയാണ് ഫോം എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിന്റെ ബേസിസിലാവാം. ചിലപ്പോൾ ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു ചോക്ലേറ്റ് ഇപ്പൊ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട് അല്ലെ. അതിന്റെ ഒരു ഫ്ലേവറിന്റെ വ്യത്യാസമാണ്. അത് ആ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അവിടെ വരുമ്പോൾ ആ ഒരു രീതിയിൽ അവരത് ആ ഒരു കസ്റ്റമർ അത് വാങ്ങാനായിട്ട് നോക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. ഇപ്പം ഒരു മൊബൈൽ ഫോണിന്റെ ഫീച്ചർ ആയിരിക്കണം എന്നില്ല വേറൊരു മൊബൈൽ ഫോൺ ഉണ്ടാവുക. സോ ആ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു കസ്റ്റമറുടെ രീതികളും മാറിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പെർഫോമൻസ് ക്വാളിറ്റി. ആ ഒരു പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് അനുസരിച്ച്, അതായത് ഇപ്പം മൊബൈൽ ഫോണിന്റെ ഒരു കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ആ ഒരു മൊബൈൽ ഫോൺ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ നല്ല അതിന്റെ പെർഫോമൻസ് ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതേസമയം മറ്റൊരു മൊബൈൽ ഫോണിന്റെ ക്യാമറ അങ്ങനെ ആയിരിക്കണമെന്നില്ല, കുറച്ചും കൂടി കുറഞ്ഞ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ആവും. സോ അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ അവിടെ വരും. അപ്പം ആ രീതിയിലാവാം. അത് ഏത് പെർഫോമൻസിന്റെ രീതിയിലാവാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു ഫോണിന്റെ ക്യാമറ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഈസ് കൺഫോർമൻസ് ക്വാളിറ്റി. കൺഫോർമൻസ് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഒരു ഓർഗനൈസേഷന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നതിനെയാണ് കൺഫോർമൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരു രീതിയിലുള്ള ലീഗൽ പ്രോബ്ലംസോ ഒന്നും ഇല്ലാതെ വരികയാണെങ്കിൽ അതൊരു കൺഫോർമൻസ് ക്വാളിറ്റിയാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ പറയാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ ഒരു സുഖവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് എപ്പോഴും ഡിലേ ആവുകയാണ് പതിവ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ അവിടെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. പെട്ടെന്ന് വരുന്ന പ്രോഡക്റ്റ്, ഡിലേ ആവുന്ന പ്രോഡക്റ്റ്, ആ രീതിയിലും നമുക്കത്
പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് കൺഫോമൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്യൂറബിലിറ്റി. നമ്മൾ പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റിയിൽ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. അതേപോലെ ഈ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന്റെ കേസിലും വരും അല്ലെ, ലോങ് ടേം ഇരിക്കുന്ന ഗുഡ്സ്, ഷോർട്ട് ടേം ഇരിക്കുന്ന ഗുഡ്സ്, അതാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ആ രീതിയിലും ഒരു ഡിഫറൻസിയേഷൻ അവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് റിലയബിലിറ്റി, വിശ്വാസത അല്ലെ. ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് ചീത്തയാകില്ല എന്നുള്ളത് നമുക്കൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ അത് ഒരു പ്രശ്നവും കൂടാതെ ഒരു കേടുപാടും കൂടാതെ വരുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് റിപ്പയബിലിറ്റി. റിപ്പയർ ചെയ്യാൻ പുതിയതൊന്നും വാങ്ങാണ്ട് അതിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. എപ്പോഴും നമുക്ക് പുതിയത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് വരെ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ വരികയാണ്. റിപ്പയർ ചെയ്യാൻ സാധിക്കും, ഇതാകുമ്പോൾ റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ള രീതിയിൽ. നെക്സ്റ്റ് ഈസ് സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു കോപ്പി, അവിടെ ഒരു നമുക്ക് അത്രയും ഹാർഡായിട്ട് കോപ്പി ചെയ്യാൻ ഹാർഡ് ആവുകയാണ് അവിടെ. അതിനെയാണ് സ്റ്റൈൽ എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മളൊരു ഡ്രസ്സ് എടുത്തു, നമ്മുടെ അതേ ഡ്രസ്സ് ഇട്ട് ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. പിന്നീട് നമ്മൾ അവിടുന്ന് ഉള്ള ഡ്രസ്സ് വാങ്ങുന്നത് കുറവായിരിക്കും. അതേസമയം നമ്മുടെ ഒരു ഡ്രസ്സ് യുണീക്കായിട്ട് നമുക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും, അതായത് നമുക്ക് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്റ്റൈല് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനും ഈ ഒരു ഫാക്ടറിൽ വരാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കസ്റ്റമൈസേഷൻ. നമ്മൾ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞതന്നെയാണ്. നമുക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമില്ലാത്തത് എന്നുള്ള രീതിയിൽ നമ്മുടേതായ രീതിയിൽ ചെയ്യുന്നതിനാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മറ്റുള്ളതിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഓക്കെ, നമ്മളൊരു കംഫർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതിനെയാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനിലെ കസ്റ്റമൈസേഷൻ പറയുന്നത്. സോ ഇത്രയും രീതിയിലാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ സെവറൽ മീൻസിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സർവീസ് ഡിഫറൻസിയേഷൻ. നമുക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി അഥവാ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ അത് സർവീസ് ഡിഫറൻസിയേഷനിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതികളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഓർഡറിങ് ഈസ്. ഓർഡർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ. നമുക്കിപ്പോൾ ഒരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നു, നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ഫോൺ വിളിച്ച് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടാണ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഓർഡർ ചെയ്യാൻ എളുപ്പം ഏതാണ്? വീട്ടിലിരുന്ന് നമുക്ക് ഓർഡർ ചെയ്യാനാണ് അല്ലെ. സോ അതിനാണ് ഓർഡറിങ് ഈസ് എന്ന് പറയുന്നത്. സോ അതായിരിക്കും, ആ ഒരു സർവീസ് ആയിരിക്കും നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യുക. നമുക്ക് അവിടെ പോയി നമ്മൾ ഓർഡർ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഫോൺ വിളിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് സർവീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതാണ് ഓർഡറിങ് ഈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡെലിവറി. ഡെലിവറിയും ഇതുപോലെ തന്നെയാണ്. നമ്മൾ അവിടെ വന്ന് പാഴ്സൽ വാങ്ങുന്നതിനേക്കാളും നമുക്ക് ആരെങ്കിലും ഒരാൾ അവിടുന്ന് ഡെലിവറി ബോയ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് കുറച്ചും കൂടി അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരമാവുന്നത്. സോ ആ രീതിയിൽ നമുക്ക് സർവീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റാലേഷൻ. നമ്മളിപ്പോൾ ഒരു TV സെറ്റ് വാങ്ങുകയാണ്. ആ ഒരു TV സെറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അത് നമുക്ക് അതിൽ തന്നെ പറയുകയാണ്, ഇൻസ്റ്റാലേഷനും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ആ ഒരു സർവീസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും നമ്മൾ കൂടുതൽ അഡോപ്റ്റ് ചെയ്യുക അല്ലെ. ഇൻസ്റ്റാലേഷൻ ഉണ്ട്, ചിലതിൽ ഇൻസ്റ്റാലേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാലേഷനും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരിൽ നിന്നാവും നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവാം. അതിനാണ് ഇൻസ്റ്റാലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കസ്റ്റമർ ട്രെയിനിങ്. കസ്റ്റമർ ട്രെയിനിങ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, അതിൽ ഏതൊക്കെ രീതിയിലുള്ള തുണികളാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്, എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, അങ്ങനെ നമുക്കൊരു ട്രെയിനിങ് തരികയാണ്. ആ ഒരു ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത്. സോ ആ രീതിയിൽ നമുക്ക് സർവീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലവർ അങ്ങനെ ഒരു കസ്റ്റമർ ട്രെയിനിങ് ഒന്നും തരുന്നുണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു സാധനം നമുക്ക് ഡെലിവറി ചെയ്യുന്നു, പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സോ അപ്പൊ നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്താണ് നമുക്ക് ഇങ്ങനെ കസ്റ്റമർ ട്രെയിനിങ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കസ്റ്റമർ കൺസൾട്ടിങ്. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോവാണ്. ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ അവിടെയുള്ള ഒരു സ്റ്റാഫും
ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരും വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല. സോ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി കുറയും. സോ നമ്മളപ്പോ എന്താ ചെയ്യുക, ആ ഒരു വേറൊരു ഷോപ്പിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്, ഇതൊക്കെയാണ് ഡിഫറെന്റ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് രീതികൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് ഓക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് സാധിക്കും. സോ അതിനെയാണ് എന്ത് കസ്റ്റമർ കൺസൾട്ടിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് അവിടെ കൂടും. നെക്സ്റ്റ് ഈസ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. നമ്മൾ നേരത്തെ ആ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനിൽ പറഞ്ഞു റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു സർവീസിന്റെ വരുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വലിയൊരു സർവീസ് ഡിഫറൻസിയേഷന്റെ ഒരു സെവറൽ മീൻസ് ആയിട്ട് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റിട്ടേൺസ്. അല്ലെ, നമ്മളൊരു സാധനം വാങ്ങുന്നു, നമുക്കത് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. എന്തെങ്കിലും കാരണം കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മളത് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. സോ അതിനെയാണ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഈ റിട്ടേൺസ് തന്നെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കൺട്രോളബിൾ റിട്ടേൺ, നെക്സ്റ്റ് ഈസ് അൺകൺട്രോളബിൾ റിട്ടേൺ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബേസിക് സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ കൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഒരു സെല്ലറുടെ സൈഡിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണ്. ചിലപ്പം അവിടുന്ന് വാങ്ങിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ അതിനെന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതിനെയാണ് കൺട്രോളബിൾ റിട്ടേൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു സെല്ലറുടെ ഭാഗത്തുനിന്ന് അതായത് ഷോപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതിനാണ് കൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അൺകൺട്രോളബിൾ റിട്ടേൺ. അൺകൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു റിട്ടേൺ പ്രശ്നം വന്നിട്ട് റിട്ടേൺ വരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് അൺകൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചു, ഡ്രസ്സ് നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്, പക്ഷെ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അയാൾക്ക് കൊടുത്തപ്പോഴാണ് ഒന്നെങ്കിൽ അയാൾക്ക് ആ ഒരു സൈസ് ഫിറ്റ് ആവുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ കളർ ഇഷ്ടമായിട്ടുണ്ടാവില്ല, അപ്പൊ നമുക്കത് റിട്ടേൺ കൊടുക്കേണ്ടി വരികയാണ്. അതിനാണ് അൺകൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ ചില ഷോപ്പിൽ ഈ റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും റിട്ടേൺ ഉള്ള ഷോപ്പിൽ നിന്ന് ഇപ്പം തിരിച്ചു കൊണ്ടുവന്നാൽ എടുക്കുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയുള്ള ഷോപ്പിൽ നിന്നാവും നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസ് ഉള്ള ഒരു ഷോപ്പിൽ നിന്നാവും നമ്മൾ കൂടുതലും വാങ്ങാനായിട്ട് നമുക്ക് ടെൻഡൻസി വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അൺകൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് തിരിച്ചു കൊടുക്കുന്നതിനാണ് അൺകൺട്രോളബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബേസിക് സ്ട്രാറ്റജി. ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഈ കൺട്രോളബിൾ റിട്ടേൺ, അതായത് സെല്ലറുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടുവരുന്ന റിട്ടേണുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിനെയാണ് ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവാതെ, കാരണം നമുക്കിപ്പോൾ ഒരു കടയിൽ നിന്ന് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർ ഒരു പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് അവരുടെ സൈഡിൽ നിന്നും വന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം പ്രശ്നം ഉണ്ടായി, പിന്നീട് നമുക്ക് അവിടുന്ന് സാധനം വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ കുറയും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയും, ഇങ്ങനെ നമ്മൾ നോക്കി നിന്നപ്പോൾ ഒരു സമയം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അത് ഇഷ്യൂ ആയി എന്ന് പറയുമ്പോൾ ആ ബാക്കിയുള്ള ആൾക്കാർക്കും അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ മാക്സിമം നമ്മൾ ഈ കൺട്രോളബിൾ റിട്ടേൺ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനുള്ളത് നോക്കുന്നതിനെയാണ് ബേസിക് സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ രീതിയിലേക്കാണ് സർവീസ് ഡിഫറൻസിയേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനും പറഞ്ഞു, സർവീസ് ഡിഫറൻസിയേഷനും പറഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒരു ഡിഫറൻസിയേഷൻ അവിടെ വരുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ഫാക്ടറാണ് എന്ത്, ഡിസൈൻ എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെ. അത് കാണാൻ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നിന്നാണ് നമ്മളത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതുപോലെ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഡിസൈൻ ആണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസും ഇഷ്യൂസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So as competition intensifies design, the totality of features that affect the way the product looks, feels and functions offers a potential way to differentiate and position a company's products and services. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ, ഒരു പ്രൊഡക്റ്റ് കാണാനോ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാനോ ഉള്ള രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ്, ആ ഒരു അതിന്റെ പ്രൊഡക്റ്റ് ഡിസൈൻ ആണ് അല്ലെ. ആ
ഡിഫറൻസിയേഷൻ കാരണമാണ് ആ ഒരു പ്രൊഡക്റ്റ് ഏത് പൊസിഷനിൽ നിൽക്കണം എന്നുള്ളത് പോലും നിശ്ചയിക്കുന്നത് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടറായ പ്രൊഡക്റ്റ് ഡിസൈൻ കാരണമാണ്. സോ അത് ഏതൊക്കെ രീതിയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. The first one is design leaders. That is, use the emotional power of design and the importance to consumers of look and feel as well as functions. പണ്ടൊക്കെ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോ ഫങ്ഷന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് തന്നെ ആ ഒരു കൺസ്യൂമർ ആ ഒരു പ്രൊഡക്റ്റ് കാണുന്നതിന്റെ ലുക്കിലും കൊണ്ടുവരികയാണ്. സോ സെയിം ഇമ്പോർട്ടൻസ് തന്നെയാണ് എന്തിനു കൊടുക്കുന്നത്, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈനും കൊടുക്കുന്നത്. സോ ആ ഡിസൈൻ ലീഡേഴ്സ് അത്രയും പവർ ഉണ്ട്, ആ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അത്രയും പവർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പവർ ഓഫ് ഡിസൈൻ. ഇൻ എ വിഷ്വലി ഓറിയന്റഡ് കൾച്ചർ, ട്രാൻസ്മിറ്റിംഗ് ബ്രാൻഡ് മീനിങ് ആൻഡ് പൊസിഷനിങ് ത്രൂ ഡിസൈൻ ഈസ് ക്രിട്ടിക്കൽ. നമ്മൾ പറഞ്ഞു ഡിസൈൻ അത്രയും പവറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഒരു വിഷ്വലി ഓറിയന്റഡ് കൾച്ചർ എല്ലാം നമ്മൾ കണ്ടാണ് വാങ്ങുന്നത് അല്ലെ. അതിപ്പോ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നമ്മളെല്ലാം ആ ഫങ്ഷൻസും ഒക്കെ നമ്മളത് കണ്ടാണ് മനസ്സിലാക്കുന്നത്. സോ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു ബ്രാൻഡ് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം, ഏതൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ആണ്. Next is approaches to design. That is, a well-designed product is easy to manufacture and distribute. അല്ലെ, നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഡിസൈൻ ആണെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാനും എളുപ്പമാകും, അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. അതൊരു കസ്റ്റമർ നമ്മൾ വാങ്ങാനായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്ററും കൂടി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എളുപ്പത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതുപോലെ ഇത് എളുപ്പത്തിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഈ ഡിസൈനിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഡിസൈനിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻസ് മാത്രമല്ല ഇഷ്യൂസും നമുക്ക് ഈ വരുന്ന കേസിലുണ്ട്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂസും വരും. ഇഷ്യൂസ് മെയിൻ ആയിട്ട് വരുന്നത് 3 രീതിയിലാണ്. ഒന്ന്, നമുക്ക് ലക്ഷറി പ്രോഡക്ട്സിൽ ഇഷ്യൂസ് വരും. നെക്സ്റ്റ് ഈസ് എൻവയോൺമെന്റലി ഇഷ്യൂസ് വരും. ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പിലും നമുക്ക് ഇഷ്യൂസ് വരും. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ലക്ഷറി പ്രോഡക്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാണ് എന്താണ് ലക്ഷറി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഹൈ പ്രൈസ്ഡ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. അല്ലെ, നമ്മളൊരു ലക്ഷറി ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ലക്ഷറി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം തന്നെ വേണമെന്താ, അതിന് വില കൂടുതലായിരിക്കും എന്നുള്ളതാണ്. വില കൂടുതലാണ്, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും കാണിക്കാനാണ്. ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു സ്റ്റാറ്റസ്, നമ്മളൊരു ലക്ഷറി ബ്രാൻഡ് വാങ്ങിച്ചു നമ്മൾ കാശുകാരാണ് എന്ന് കാണിക്കാനുള്ള ഒരു രീതി കൂടിയാണ് നമ്മളൊരു ലക്ഷറി ബ്രാൻഡ് വാങ്ങുക എന്നുള്ള പറയുന്നത്. സോ ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് വില കൂടിയത് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുന്നത്. ഇതിനെയാണ് നമ്മളൊരു ലക്ഷറി ബ്രാൻഡ് എന്നുള്ളത് പറയുന്നത്. ആൻഡ് ഓൾസോ മോർ അബൌട്ട് സ്റ്റൈൽ ആൻഡ് പേഴ്സണൽ പ്ലഷർ. അല്ലെ, നമ്മളിപ്പോ ഒരു സ്റ്റാർബക്സിൽ നിന്ന് നമ്മൾ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ കോഫി കുടിക്കുന്നു എന്ന് പറയുന്നത് നമുക്കതൊരു സ്റ്റൈലാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചായയും കാപ്പിയും നമുക്ക് എവിടുന്ന് കുടിച്ചാലും ഒരേ ഇതാണ്. പക്ഷെ സ്റ്റാർബക്സിൽ നിന്നാണ് നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു സ്റ്റൈലാണ്, അവിടെ ഒരു പേഴ്സണൽ പ്ലഷറാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സോ അതാണ് അവിടെ നമുക്ക് ഒരു ലക്ഷറി ബ്രാൻഡിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് അത് എന്താണെന്ന് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ക്വാളിറ്റി ആൻഡ് യുണീക്നെസ്. ക്വാളിറ്റി, ഒരു ലക്ഷറി ബ്രാൻഡ് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് അതിന് വില കൂടുതൽ എന്നാണ് പറയുക അല്ലെ. വില കൂടുന്നത് അതുകൊണ്ടാണ്, ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് അതിന് ഹൈ പ്രൈസ് നമ്മൾ ഈടാക്കുന്നത് എന്നാണ് പറയുക. ആൻഡ് ഓൾസോ യുണീക്നെസ്. ചിലപ്പോൾ ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ, ആ ഒരൊറ്റ അതുകൊണ്ടാണ് അതിനെ യുണീക്ക് ആയിട്ടാന്ന് പറയുന്നത്. വേറൊരാൾക്ക് അത് കോപ്പി ചെയ്യാനായിട്ടോ സാധിക്കുന്നുണ്ടാവില്ല. അത് ആ ഒരു ഒറ്റ പീസ്, അതുകൊണ്ട് തന്നെ അതിന് അത്രയും വില കൂടുതലും ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ വിന്നിങ് ഫോർമുല. നമ്മളൊരു ലക്ഷറി ബ്രാൻഡ് അല്ലെങ്കിൽ ലക്ഷറി പ്രോഡക്റ്റ് ഒരു വിന്നിങ് ഫോർമുല ഉണ്ട്. അതായത് അവരുടെ കൾച്ചർ പറഞ്ഞിട്ട്, ഹെറിറ്റേജ് പറഞ്ഞിട്ട്, ഹിസ്റ്ററി പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെയാണ് അവരൊരു വിന്നിങ് ഫോർമുല ഉണ്ടാകുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഹിസ്റ്ററി പറയാണ്, ഇത്ര കാലപ്പഴക്കമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്ററിയുടെ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവന്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ആ ഒരു വിന്നിങ് ഫോർമുല കൊണ്ടുവരുന്നത്.
ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഒരു പെയിന്റിങ് നമ്മൾ എടുക്കുകയാണ്, ഇത്രയും കാലപ്പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ അത് വാങ്ങുന്ന ആൾക്കാരുണ്ടാവാം അല്ലെ. ആ ഒരു അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. സോ അതൊക്കെയാണ് അവരുടെ ഒരു വിന്നിങ് ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ലക്ഷറി ബ്രാൻഡ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുമ്പോൾ, എന്താണ് ലക്ഷറി ബ്രാൻഡ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈ പ്രൈസ് ആണ്, ഹൈ ക്വാളിറ്റി ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള അത്രയും വില കൂടിയ കാര്യങ്ങളാണ് എന്തെന്നുള്ളത് ലക്ഷറി ബ്രാൻഡ്സിൽ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ്, ഗ്രോയിങ് ലക്ഷറി ബ്രാൻഡ്സ്. ഈ ലക്ഷറി ബ്രാൻഡ്സിന്റെ ഗ്രോത്ത് വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ക്ലിയർ ഡിഫറൻസിയേഷൻ. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവും. അവിടെ കസ്റ്റമേഴ്സിന് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. ചെറിയൊരു ഡിഫറൻസിയേഷൻ അല്ല അവിടെ വരുന്നത്, അത്രയും ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ അവിടെ ഉണ്ടാവും. അതിനെയാണ് ക്ലിയർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഗ്രോത്ത് വരുംതോറും, ഒരു ബ്രാൻഡിന്റെ ഗ്രോത്ത് ആവും തോറും അവിടെ കറക്റ്റ് ആയിട്ടുള്ള അവിടെ ഒരു നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് കോർ പ്രോമിസ് ഓഫ് ദ പാരന്റ് ബ്രാൻഡ്. ഓൾറെഡി ആ ഒരു ബ്രാൻഡ് എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത് തുടർന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ പുതിയത് നമ്മൾ ഒരു എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പാരന്റ് ഇമേജിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാതെ വരണം എന്നുള്ളതാണ്. സോ അവിടെ ഒരു പ്രോമിസ് കൊടുക്കുന്ന പോലെയാണ് ആ ഒരു പാരന്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നത്, അതായത് സെയിം ബ്രാൻഡ് തന്നെ പക്ഷെ വേറെ പ്രോഡക്ട്സ് അവർ ഇറക്കിയിട്ടുണ്ടാവും. സോ ആ ഒരു പാരന്റ് ബ്രാൻഡിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരാതെ കൊണ്ടുപോകണം എന്നുള്ളതും ഒരു ലക്ഷറി ബ്രാൻഡിന്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻസ് ബിക്കെയിം ട്രിക്കി. ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ആണ്, ഒരു ലക്ഷറി ബ്രാൻഡ്, അത് ക്ലോത്തിങ് ബ്രാൻഡിന്റെ ആണെന്ന് വിചാരിക്കാം. അവര് തന്നെ അവരുടെ ആക്സസറീസും കോസ്മെറ്റിക്സും അതിന് ചേരുന്നത് അതിന്റെ ഒപ്പം തന്നെ വെക്കുമ്പോൾ ആൾക്കാർ അത് വാങ്ങാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം അവർ ചിലപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് ഒരു ലക്ഷറി ബ്രാൻഡ് ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വാങ്ങിച്ചത്. അതിന്റെ ഒപ്പം തന്നെ നമ്മളത് കോസ്മെറ്റിക്സും ആക്സസറീസും ഒക്കെ വാങ്ങുന്ന പറയുമ്പോൾ അത്രയും എമൗണ്ടും കാര്യങ്ങളും ഉള്ള ആൾക്കാരാവണം എന്നില്ല. സോ അവിടെ ഒരു ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻ വരുമ്പോൾ നമ്മൾ അത് വാങ്ങാനായിട്ട് ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വാങ്ങേണ്ടി വരികയായിരിക്കും. ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ അത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പൊ അതൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. നമ്മളത് ബാക്കിയുള്ളതൊക്കെ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങാൻ, കുറച്ച് വില കുറഞ്ഞ് വാങ്ങാനായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ അതൊരു ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. ഗ്രോത്ത് വരുന്നവരും നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ നമ്മളവിടെ എക്സ്റ്റൻഷൻ വരുമ്പോൾ അവിടെ ഒരു വളർച്ച വരികയാണ്. അതായത് പല ആക്സസറീസും കോസ്മെറ്റിക്സും എല്ലാം വരുമ്പോൾ അവിടെ ഒരു വളർച്ച വരികയാണ്. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാവുന്നത് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതൊരു ചെറിയൊരു ട്രിക്കി ആയിട്ട് അവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ജോഗ്രഫിക്കൽ ഗ്രോത്ത്. പണ്ട് ഈ ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു അർബൻ ഏരിയസിൽ മാത്രമാണ് അവർ മെയിൻ ആയിട്ട്, ടൗണിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാ രീതിയിലുമുള്ള എല്ലാ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലും ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് അവർ നോക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരും അവരുടെ ആ ഒരു ബ്രാൻഡ് അറിയപ്പെടണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ എപ്പോഴും അത് എല്ലാ ഒരു ഇപ്പൊ റൂറൽ ഏരിയാസിലായാലും അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലും എപ്പോഴും നമുക്കത് അങ്ങനെ ചെയ്യാൻ ആ ഒരു ഗ്രോത്ത് അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടിയും ആളുകൾ അതിലേക്ക് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. സോ അതൊക്കെയാണ് ഗ്രോയിങ് ലക്ഷറി ബ്രാൻഡ്സിൽ അവിടെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗ്രോയിങ് ലക്ഷറി ബ്രാൻഡ്സ് വഴിയാണ്. അപ്പൊ നമ്മൾ എന്താണ് ലക്ഷറി ബ്രാൻഡ്സിന്റെ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഗ്രോത്ത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യാണ്. ലക്ഷറി ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. The first one is luxury brand marketers to be skillful. ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവരത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു ലോങ് ടേമിലേക്ക് നോക്കിയിട്ടാണ്, അല്ലാതെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടല്ല ഒരു ലക്ഷറി ബ്രാൻഡ് അവർ ഇറക്കുന്നുണ്ടാവുക. സോ അങ്ങനെ ലോങ് ടേമിലേക്ക് നമുക്കത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ മാർക്കറ്റേഴ്സിനെ നമുക്ക് അവിടെ ആവശ്യമാണ്. അത് ഓരോ കാര്യങ്ങളും നമുക്ക് അതിന്റെ മാർക്കറ്റിങ്ങിന്റെ പല സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകണം. അതിനെയാണ് നമുക്ക് അവിടെ മാർക്കറ്റേഴ്സ് സ്കിൽഫുൾ ആയിട്ടുള്ളവർ വേണം. ആൻഡ് ഓൾസോ ഇഷ്യൂഡ് ഫോളോയിങ് ഗൈഡ് ലൈൻസ്.
ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് നോക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ലക്ഷറി ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. So the first one is maintain premium image for brands. നമ്മളൊരു ബെറ്റർ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്, അല്ലെ? ഒരു ബ്രാൻഡിന് ഒരു ഇമേജ് ഉണ്ട്. സോ അവിടെ ഒരു പ്രീമിയം ഇമേജ് അതായത് ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് നെക്സ്റ്റ് ഇസ് ക്രിയേറ്റ് മെനി ഇൻടാഞ്ചിബിൾ ബ്രാൻഡ് അസോസിയേഷൻസ്. അതായത് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നു കസ്റ്റമേഴ്സിന്, ആ രീതിയിലുള്ളതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഈസ് അലൈൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. എല്ലാ രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്, എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് എല്ലാ രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാംസും സ്ട്രാറ്റജീസും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ലക്ഷറി ബ്രാൻഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അതായത് മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ആ ഒരു കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ് പ്ലഷർ എങ്ങനെയാണ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അലൈൻ ചെയ്ത് എല്ലാ ആസ്പെക്റ്റിലൂടെ നമ്മൾ നോക്കണം. നെക്സ്റ്റ് ഈസ് ബിസൈഡ്സ് ബ്രാൻഡ് നെയിംസ് അതർ ബ്രാൻഡ് എലമെന്റ്സ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ്. ഒരു ബ്രാൻഡ് ലക്ഷറി ബ്രാൻഡ് നെയിം മാത്രം ആവില്ല ആൾക്കാർ വാങ്ങുന്നുണ്ടാവും. അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ഈ പറയുന്ന എല്ലാ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ അതിന്റെ ലോഗോ എല്ലാം നമ്മൾ നോക്കാം. അല്ലാതെ ബ്രാൻഡ് നെയിം മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസിനും ഇമ്പോർട്ടൻസ് നമ്മൾ അതേ ബ്രാൻഡ് നെയിമിന് ഏത് രീതിയിലാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബ്രാൻഡ് എലമെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി അസോസിയേഷൻസ് ഫ്രം ലിങ്ക്ഡ് പേഴ്സണാലിറ്റീസ്. എന്തെങ്കിലും തരത്തിലുള്ള ഈവെന്റ്സ് നടത്തുക, പല പല രാജ്യങ്ങളിലേക്ക് പോവുക, അതുപോലെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരുപാട് സെക്കൻഡറി അസോസിയേഷൻസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യവും ഉണ്ട്, അല്ലെ? നമുക്കിപ്പോൾ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ, സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മളത് കൺവീനിയൻസ് ആണ്. അത് ഏത് രീതിയിലാണ് എന്നൊക്കെ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി, അതുപോലെ ഈവെന്റ്സ് എന്തെങ്കിലും വെക്കുകയാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി നമുക്കത് വാങ്ങണം, അല്ലെങ്കിൽ അതിന്റെ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം നമുക്ക് വരും. നെക്സ്റ്റ് ഈസ് കെയർഫുള്ളി കൺട്രോൾ ഡിസ്ട്രിബ്യൂഷൻ വയ സെലക്റ്റീവ് ചാനൽ. ഏത് വഴിയിലൂടെയാണ്, അതായത് ഒരു സെല്ലറിൽ നിന്നും കസ്റ്റമറുടെ കയ്യിലേക്ക് തങ്ങളുടെ ലക്ഷറി ബ്രാൻഡ് എത്തുന്നത് ഏത് വഴിയിലൂടെയാണ്, അതാണ് സെലക്റ്റീവ് ചാനൽ എന്ന് പറയുന്നത്. അത് നല്ല രീതിയിലൂടെ ആണോ, മിഡിൽ മാൻ വഴിയാണെങ്കിൽ അത് നല്ല രീതിയിലൂടെ ആണോ കസ്റ്റമറിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ എംപ്ലോയി പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജി, അല്ലെ? നമ്മൾ ആ ഒരു ഹൈ പ്രൈസ് തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് ലക്ഷറി ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രൈസ് അവിടെ കൂടുന്നത് എന്തുകൊണ്ടാണ്? ക്വാളിറ്റി നല്ലതായിരിക്കും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് പ്രൈസ് അവിടെ കൂട്ടുന്നത്. ഇപ്പൊ ഒരു പ്രൈസ് കുറച്ചിട്ട് ഒരു ലക്ഷറി ബ്രാൻഡ് ഇറക്കുകയാണെങ്കിൽ ആളുകൾ വാങ്ങുന്നത് അത് കുറവായിരിക്കും. ആളുകൾ വിചാരിക്കും, ഓ പ്രൈസ് കുറവാണ് അപ്പൊ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് വിചാരിക്കും. സോ അങ്ങനെ ചെയ്യാതെ പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജി തന്നെ നമ്മൾ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഈസ് ബ്രാൻഡ് ആർക്കിടെക്ചർ. ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് കെയർഫുള്ളി. ബ്രാൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രാൻഡിന്റെ കീഴിൽ തന്നെ പല പല പ്രോഡക്ട്സ് ഉണ്ടാവും. സോ ആ ഒരു സബ് പ്രോഡക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ടും ഏത് സഹായിക്കും? ഈ ഒരു ബ്രാൻഡ് ആർക്കിടെക്ചർ നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ഈസ് കോമ്പറ്റീഷൻ ഫോർ ലക്ഷറി ബ്രാൻഡ്സ് മസ്റ്റ് ബി ഡിഫൈൻഡ്. ലക്ഷറി ബ്രാൻഡ് തമ്മിലുള്ള കോമ്പറ്റീഷൻ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഈസ് ലീഗലി പ്രൊട്ടക്ട് ഓൾ ട്രേഡ് മാർക്സ്. അതായത് നമുക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ലോഗോ ഉണ്ട്, ട്രേഡ് മാർക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഒരു കമ്പനിക്കാർ കോപ്പി അടിക്കാതെ അത്
ലീഗലി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. ഇപ്പം ഒരു ലക്ഷറി ബ്രാൻഡിന്റെ ലോഗോയോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമോ വേറൊരു സാധാ ഒരു കമ്പനി കോപ്പി അടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ലീഗലി അവരുമായിട്ട് നേരിടാനായിട്ട് സാധിക്കണം. കാരണം അവരിപ്പോ ഒരു സാധാ ഒരു കമ്പനിക്കാർ അത് കോപ്പി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റ് അതിലെന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ചിലപ്പം ഒരു അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്നത് ഈ ഒരു ലക്ഷറി ബ്രാൻഡിനെ ആയിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്കത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. എന്തെങ്കിലും കേസിൽ അവരിത് വാങ്ങുകയാണ്, ഈ ഒരു ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ബ്രാൻഡ് ലോഗോയോ അവര് കോപ്പി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്കത് ലീഗലി അങ്ങനെ കോപ്പി അടിക്കാൻ പറ്റാത്തുള്ള രീതിയിൽ ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം നമ്മുടെ ട്രേഡ് മാർക്ക്. സോ ഇതൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, ലക്ഷറി ബ്രാൻഡ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ആൻഡ് ഓൾസോ ട്രെൻഡ് ഫോർ ലക്ഷറി ബ്രാൻഡ് ഇറ്റ് ഷുഡ് ബി വർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലെ. ഒരു ലക്ഷറി ബ്രാൻഡിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഒരുപാട് പേര് ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് പറയാണ് ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മളെങ്ങനെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് വാങ്ങാൻ ആൾക്കാർക്കും കുറച്ചും കൂടിയും താല്പര്യം ഉണ്ടാവും അല്ലെ. ഒരാൾക്ക് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലായി, അപ്പൊ ബാക്കിയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കണം കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണുകയാണെങ്കിലും ആരെങ്കിലും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് ഓക്കെ നമുക്ക് അപ്പൊ ഇത് യൂസ് ചെയ്യാം എന്ന് തോന്നുന്നത്. സോ ദ ട്രെൻഡ് ഫോർ ലക്ഷറി ബ്രാൻഡ് ഈസ് ടു റാപ്പ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. നെക്സ്റ്റ് ഇസ് സ്ട്രഗിൾ ടു ഫൈൻഡ് അപ്രോപ്രിയേറ്റ് ഓൺലൈൻ സെല്ലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്. ലക്ഷറി ബ്രാൻഡിന്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സെല്ലിംഗ് ഏരിയയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയോ ഒന്നും കിട്ടില്ല എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ലക്ഷറി ബ്രാൻഡിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സ്ട്രാറ്റജീസോ ഒന്നും ഒരു കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. സോ അതൊരു ലക്ഷറി ബ്രാൻഡിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And also success depends on change in marketing programs and activities. Marketing programs activities എപ്പോഴും ഒരുപോലെ നിന്നുകൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനൊരു സക്സസ്ഫുൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ചേഞ്ചിനനുസരിച്ച് നമ്മളും ആ ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാംസിലും ആക്ടിവിറ്റീസിലും ഒക്കെ ചേഞ്ച് വരുത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷറി ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ലക്ഷറി പ്രൊഡക്റ്റിലെ സക്സസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതൊക്കെയാണ് ലക്ഷറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡ്സിന്റെ ഇഷ്യൂസും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ലക്ഷറി പ്രൊഡക്ട്സിൽ മാത്രമല്ല ഇഷ്യൂസ് വരുന്നത്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരും, അതേപോലെ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പിനും ഇഷ്യൂസ് വരുന്നതാണ്. സോ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ വരുന്നത് that is many firms are considering ways to reduce the negative environmental consequences of conducting businesses, and some are changing the manufacture of their products or the ingredients that go into them. നമുക്കിപ്പോൾ എൻവയോൺമെന്റിന് മോശം രീതിയിൽ വരുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക അല്ലെ, റെഡ്യൂസ് ദ നെഗറ്റീവ് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്. അത് നമുക്ക് ആ ഒരു നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് എൻവയോൺമെന്റിന് ഒരു രീതിയിലും പ്രശ്നങ്ങൾ വരുത്താത്ത രീതിയിലുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ അത് ആൾക്കാർ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചേഞ്ച് ചെയ്ത് നല്ല എൻവയോൺമെന്റിന് നല്ല രീതിയിൽ പോകുന്ന ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ നമ്മൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പ്. Each product can be related to other products to ensure that a firm is offering and marketing the optimal set of products. ഓരോ പ്രോഡക്റ്റും മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. ഇപ്പൊ ഒരു ബ്രാൻഡിന്റെ കീഴിൽ തന്നെ പല പ്രോഡക്ട്സ് ഉണ്ടാവും. ആ പല പ്രോഡക്ട്സും റിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. സോ അത് ഏതൊക്കെ രീതിയിലാണ് റിലേറ്റഡ് എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഹൈറാർക്കി രീതിയിലാവാം, പ്രൊഡക്റ്റ് മിക്സ് ആവാം, ആൻഡ് ഓൾസോ ലൈൻ സ്ട്രക്ചറിങ് ആവാം. സോ ഈ രീതിയിലൊക്കെ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരു ബ്രാൻഡിന്റെ കീഴിലുള്ള ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ സക്സസ് ആയിരിക്കാം, ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അത്രയും സക്സസ് ആവണമെന്നില്ല. സോ അങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയും എഫക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് പ്രൊഡക്റ്റ് ഹൈറാർക്കി. പ്രൊഡക്റ്റ് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ 6 ലെവൽസിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ
ഹൈറാർക്കി ഒരു ഓർഡർ ലെവലിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സോ ആ 6 ലെവൽസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് നീഡ് ഫാമിലി, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഫാമിലി, പ്രൊഡക്റ്റ് ക്ലാസ്, പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് ടൈപ്പ് ആൻഡ് ഐറ്റം. സോ ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് കണക്റ്റഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് നീഡ് ഫാമിലി. ദാറ്റ് ഈസ് ദ കോർ നീഡ് അണ്ടർലൈൻസ് എക്സിസ്റ്റൻസ് ഓഫ് എ പ്രൊഡക്റ്റ് ഫാമിലി. അതായത് ഒരു കോർ നീഡാണ്, ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത് നീഡ് ഫാമിലി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈമറി പർപ്പസ് അതായിരിക്കണം, അതിനെയാണ് എന്തെന്ന് പറയുന്നത് നീഡ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ഫാമിലി. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ക്ലാസസ് ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ കോർ നീഡ് വിത്ത് റീസണബിൾ എഫക്റ്റീവ്നെസ്. നമ്മൾ ഒരു നീഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രൈമറി, അത്രയും കോർ ആയിട്ടുള്ള നീഡാണ്. സോ ആ കോർ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എന്തൊക്കെ പ്രോഡക്ട്സ് ആണോ അതാണ് പ്രൊഡക്റ്റ് ഫാമിലി എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്, ആ ഒരു ലെവലിൽ നമുക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഫാമിലി. നമ്മളിത് പ്രൊഡക്റ്റ് ക്യാരക്ടറൈസേഷനിൽ നമ്മൾ കോർ പ്രോഡക്റ്റ്, അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇതേ രീതിയിലുള്ള പല ലെവൽസിന്റെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഹൈറാർക്കിയിലും നമ്മൾ പറയുന്നത്. പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പിന്റെ അണ്ടറിൽ വരുന്ന പ്രൊഡക്റ്റ് ഹൈറാർക്കിയിലും നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്റ്റ് ക്ലാസ്. That is group of products within the product family recognized as having certain functional coherence. ഫങ്ഷണൽ കൊഹറൻസ് പറയുമ്പോൾ ഫങ്ഷൻ മാറുന്നതിനനുസരിച്ച് അവിടെ ചേഞ്ച് വരുന്ന പ്രൊഡക്റ്റിനെയാണ് ഫങ്ഷണൽ കൊഹറൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്, എന്തൊക്കെ ഫങ്ഷൻസ് മാറുന്നുണ്ടോ അതിനനുസരിച്ച് ആ പ്രൊഡക്റ്റ് മാറുന്നതിന്റെ കാറ്റഗറൈസേഷനിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ ആ ലെവലിലുള്ളതിലാണ് പ്രോഡക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ലൈൻ. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് ക്ലോസ്ലി റിലേറ്റഡ്. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്ട്സിന് എല്ലാ പ്രൊഡക്ട്സിനും സിമിലർ ഫങ്ഷൻ ആയിരിക്കും, സിമിലർ പ്രോഡക്ട്സ് ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ലൈനിലുള്ള പ്രൊഡക്ട്സിൽ വരുന്നത്. ദാറ്റ് ഈസ് അതെല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ടൈപ്പ്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് വിത്തിൻ എ പ്രൊഡക്റ്റ് ടൈപ്പ്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിരിക്കും, അതുപോലെ തന്നെ സിമിലർ നേച്ചർ ഉള്ളതിനാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സിമിലർ പ്രോഡക്ട്സ് ആകുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് അവിടെ കാണാൻ, അതായത് കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് ഇന്ന പ്രോഡക്റ്റ് മതി എന്ന് സെലക്ട് ചെയ്തത് ഈ ഒരു പ്രോഡക്റ്റ് ടൈപ്പിൽ വരുമ്പോഴാണ്. ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, സ്പെസിഫിക് ആയിട്ട് ഒരു കസ്റ്റമർ സ്പെസിഫിക്കേഷൻ വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ടൈപ്പിലാണ്. സിമിലർ പ്രോഡക്ട്സ് ആണെങ്കിൽ കൂടി ചെറിയൊരു ഇത് മതി എന്നൊരു കസ്റ്റമർ പറയാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ പ്രോഡക്ട്സ് വരുന്നതാണ് എന്ത് പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഐറ്റം. ലാസ്റ്റ് ലെവൽ ഇസ് ഐറ്റം. That is distinct unit within a brand or product line. ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസ്റ്റിങ്ക്ട് യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഐറ്റം എന്ന് നമ്മൾ പറയുന്നത്. അത് ചിലപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ വരുന്നത് ചിലപ്പോൾ സൈസിലാവാം, അല്ലെങ്കിൽ പ്രൈസിലാവാം, എന്ത് കാര്യത്തിലും ആവാം. അതിനെ ഒരു ഡിസ്റ്റിങ്ക്ട് യൂണിറ്റ് ആയിട്ട് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഐറ്റം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് 6 ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ടോട്ടൽ അസോർട്ട്മെന്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് മാർക്കറ്റഡ് ബൈ എ ഫേം. ഒരു ഫേം മാർക്കറ്റ് ചെയ്യുന്ന ടോട്ടൽ അസോർട്ട്മെന്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസിനാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മിക്സ് ആണ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത് കൊക്കക്കോള, പെപ്സി, രസ്ന, സ്പ്രൈറ്റ്, അങ്ങനെ പല സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് അല്ലെ. സോ അതിനെയാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ലൈൻ. പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻ സം വേ. ആ ഒരു നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തന്നെ ഉള്ളതാണ് പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ കൊക്കക്കോള എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ കൊക്കക്കോള എന്ന് പറയുന്ന വെറൈറ്റിയിൽ തന്നെ വരുന്നതാണ് കൊക്കക്കോളയുടെ തന്നെ പല ചെറിയൊരു ഫ്ലേവർ വ്യത്യാസത്തിൽ കൊക്കക്കോള ഡൈറ്റ് ഉണ്ട്, കോക്ക് ഡൈറ്റ് ഉണ്ട്, അതുപോലെ കോക്കിന്റെ തന്നെ വേറെ ഒരു ഇതുണ്ട്. അതായത് ഒരേ ബ്രാൻഡിന്റെ കീഴിൽ തന്നെ വരുന്ന പ്രോഡക്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കുന്ന ഏത് രീതിയിലാണ് ഒരേ ബ്രാൻഡാണ് അല്ലെ. കൊക്കക്കോള എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, പക്ഷെ എല്ലാം ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ആണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് 4 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. 4 രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന 4 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ ഫസ്റ്റ് വൺ ഈസ്
പ്രോഡക്റ്റ് മിക്സ് വിത്ത്. വിത്ത് നോക്കി, ദാറ്റ് ഈസ് ഹൗ, വിത്ത് എന്ന് പറയുമ്പോൾ ഹൗ മെനി ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ്, എത്ര ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്, അതിനെയാണ് പ്രോഡക്റ്റ് മിക്സ് വിത്ത് എന്ന് പറയുന്നത്. അതായത് പുതിയത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെയാണ് പ്രോഡക്റ്റ് മിക്സ് വിത്ത് എന്നുള്ളത് പറയുന്നത്. പ്രോഡക്റ്റ് ലൈൻ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു കൊക്കക്കോള എന്ന് പറയുന്നതിൽ തന്നെ പല ഇതുണ്ട്. കോക്ക് ഡയറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോക്ക് വേറെ തന്നെ കോക്കിന്റെ തന്നെ കോക്ക് പെപ്പിക്കോ എന്ന് പറയുന്നതുണ്ട്. കൊക്കക്കോള തന്നെ ഡിഫറെന്റ് ഐറ്റംസ് ആണ്. സോ എത്ര ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് ഉള്ളത് അതാണ് ഡിഫൈൻ ചെയ്യുന്നത് പ്രോഡക്റ്റ് മിക്സ് വിത്തിന്റെ കേസിൽ നമുക്ക് പ്രോഡക്റ്റ് മിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് മിക്സ് ലെങ്ത്. ലെങ്ത്തിന്റെ കേസിൽ ഡിഫറെന്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് മിക്സ് ലെങ്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, പ്രോഡക്റ്റ് മിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ നമുക്ക് കൂടുതൽ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഐറ്റംസ് ആണ് അവിടെ കൂടുന്നത് അല്ലെ. ഐറ്റം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നമ്മൾ കൂടുന്നതിനാണ് പ്രോഡക്റ്റ് മിക്സ് ലെങ്ത്. ലെങ്ത്തിന്റെ കേസിൽ നമ്മൾ പ്രോഡക്റ്റ് മിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് മിക്സ് ഡെപ്ത്, ദാറ്റ് ഈസ് ഹൗ മെനി വേരിയൻസ് ആർ ഓഫേർഡ്, എത്ര വേരിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സിൽ, പ്രോഡക്റ്റ് മിക്സിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതിൽ ഒന്നുള്ളതാണ് രസ്ന എന്ന് പറയുന്നത്. ഈ രസ്നയ്ക്ക് 7 ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 7 ഫ്ലേവേഴ്സ് പറയുമ്പോൾ 7 വേരിയൻസ് ആണ് അവിടെ വരുന്നത്, പല വേരിയൻസ്. സോ അതിനാണ് പ്രോഡക്റ്റ് മിക്സ് ഡെപ്ത് എന്നുള്ളത് പറയുന്നത്. സോ ഹൗ മെനി വേരിയൻസ് ആർ ഓഫേർഡ്, എത്ര വേരിയൻസ് ഉണ്ട്, 7 ഫ്ലേവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ് മിക്സ് ഡെപ്ത് എന്നുള്ളത് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് മിക്സ് കൺസിസ്റ്റൻസി, ദാറ്റ് ഈസ് റിലേറ്റീവ്നെസ് ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ്. എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ലൈൻസ് റിലേറ്റ് ചെയ്യുന്നത്, ഈ ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് പ്രോഡക്റ്റ് മിക്സ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം പ്രോഡക്റ്റ് ലൈൻസ്, ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ കൊക്കക്കോള, പെപ്സി, രസ്ന, സ്പ്രൈറ്റ്, 7up, ഇങ്ങനെ പല പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ്. സോ അതിനെയാണ് പ്രോഡക്റ്റ് മിക്സ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിന് മൊത്തത്തിൽ പറയുന്നത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നാണ്, പക്ഷെ ഓരോന്നും ഓരോ കാര്യങ്ങളാണ് അല്ലെ. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് അല്ല, ഒരേ ഫ്ലേവർ അല്ല. അതിനാണ് പ്രോഡക്റ്റ് മിക്സ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് മിക്സ് കൺസിസ്റ്റൻസി വഴിയാണ് ഒരു പ്രോഡക്റ്റ് ഏത് രീതിയിലാണ് അത് സക്സസ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് അത് നിൽക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നത് പ്രോഡക്റ്റ് മിക്സ് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ഈ 4 രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ് മിക്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വിഡ്ത്, ലെങ്ത്, ഡെപ്ത് ആൻഡ് കൺസിസ്റ്റൻസി. നെക്സ്റ്റ് വൺ ഈസ് ലൈൻ സ്ട്രെച്ചിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഹൈറാർക്കി പറഞ്ഞു, അതുപോലെ പ്രൊഡക്റ്റ് മിക്സ് പറഞ്ഞു. അതേ രീതിയിലുള്ള ഒന്ന് തന്നെയാണ് ലൈൻ സ്ട്രക്ചറിങ്. പ്രൊഡക്റ്റും ബ്രാൻഡ് റിലേഷൻഷിപ്പും കാണിക്കാനുള്ള അതേ രീതിയിലുള്ള വേറൊരു മെത്തേഡാണ് എന്ത്, ലൈൻ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ലൈൻ സ്ട്രെച്ചിങ് പറഞ്ഞാൽ ആഡിങ് ഓർ ഡ്രോപ്പിംഗ് ഐറ്റംസ് ഫ്രം ദ ലൈൻ. ഒരു ലൈനിൽ നിന്നും നമുക്ക് പുതിയത് ആഡ് ചെയ്യണോ അല്ല ഡ്രോപ്പ് ചെയ്യണോ റിമൂവ് ചെയ്യണോ എന്നുള്ളതിനാണ് ലൈൻ സ്ട്രെച്ചിങ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി അപ്വേർഡ്സ്, ഡൗൺവേർഡ്സ് ഓർ ബോത്ത് വേസ്. ഒന്നുകിൽ അപ്വേർഡ് ആവാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആവാം, അല്ലെങ്കിൽ 2 രീതിയും നമുക്ക് മിക്സ് ആയിട്ടുള്ളതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്താണ് അപ്വേർഡ് സ്ട്രെച്ച്, എന്താണ് ഡൗൺവേർഡ് സ്ട്രെച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അപ്വേർഡ് സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ കമ്പനി enters the upper end of the market through a line extension because of higher growth rate, increased market share, better margins, new market segments, etc. അല്ലെ. പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്ത് കാരണം കൊണ്ട് ഒരു എക്സ്റ്റൻഷൻ വരികയാണ്, അവിടെ ഒരു എക്സ്റ്റൻഷൻ വരികയാണ് പുതിയതായിട്ട്. എന്തുകൊണ്ട്, ഹയർ ഗ്രോത്ത് റേറ്റ് കാരണമാവാം, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ ആവാം, ന്യൂ മാർക്കറ്റ് സെഗ്മെന്റ്സ് ആവാം. ആ ഒരു കാരണം കൊണ്ട് പുതുതായിട്ട് വരികയാണ് അല്ലെ. സക്സസ് ആവുകയാണ്, ഒരു പ്രോഡക്റ്റ് സക്സസ് ആവുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പ്രോഡക്ട്സ് നമ്മൾ കൊണ്ടുവരികയാണ്. സോ അതിനാണ് അപ്വേർഡ് സ്ട്രെച്ച്. അതെ, മുകളിലേക്ക് അപ്വേർഡ് സ്ട്രെച്ച്, മുകളിലേക്ക് പോവുകയാണ്, എല്ലാം മുകളിലേക്കാണ്, ഗ്രോത്ത് റേറ്റ് മുകളിലേക്കാണ്, മാർക്കറ്റ് ഷെയർ മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്രോഡക്റ്റ് ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നമ്മൾ. അതിനാണ് എന്തെന്ന് പറയുന്നത്, അപ്വേർഡ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ഈ ലൈഫ് ബോയ് സോപ്പ് എന്ന് പറയുന്നത് നമുക്കതൊരു ഹൈജീനിക് സോപ്പ് മാത്രമായിരുന്നു. അത് ഈ റൂറൽ ഏരിയാസിലും സെമി അർബൻ ഏരിയാസിലും മാത്രമാണ് പണ്ട് ഈ ലൈഫ് ബോയ് എന്ന് പറയുന്ന സോപ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒരു വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് വരെ അവർ ഇറക്കിയിട്ടുണ്ട് അല്ലെ. ഹാൻഡ് സാനിറ്റൈസറും ഹാൻഡ് വാഷും അത്രയും ഇറക്കിയിട്ടുണ്ട്. അത് എല്ലാ ഏരിയയിലേക്കും, റൂറൽ ആയാലും അർബൻ ആയാലും എല്ലാ ഏരിയയിലേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവിടെ ഒരു അപ്വേർഡ് സ്ട്രക്ചർ വരികയാണ് അല്ലെ. അവർക്ക് ഹൈ മാർക്കറ്റ്
ഷെയറും ഹൈ ഗ്രോത്ത് റേറ്റും വന്നപ്പോൾ അവർ പുതിയ പ്രോഡക്റ്റ് അവർ ഹാൻഡ് വാഷും കൂടി അവർ പുറത്തേക്ക് ഇറക്കി. സോ അങ്ങനെ ഒരു അപ്വേർഡ് സ്ട്രക്ചർ, ഒരു ലൈൻ എക്സ്റ്റൻഷൻ അവിടെ വരികയാണ്. സോ അതിനാണ് അപ്വേർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡൗൺവേർഡ് സ്ട്രക്ചർ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് കമ്പനി ഫൈൻഡ്സ് ഇറ്റ്സ് ഓഫറിംഗ്സ് ആർ അറ്റ് എ ഹൈ പ്രൈസ് എൻഡ് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ദെൻ സ്ട്രെച്ച് ദെയർ ലൈൻ ഡൗൺവേർഡ്സ്. അതായത് അവർ ഇറക്കിയ സമയത്ത് വളരെ വലിയ വില കൂടിയ രീതിയിലാണ് അവർ ഇറക്കിയത്. പക്ഷെ അത് ആ ഒരു മാർക്കറ്റിന് നല്ല രീതിയിലല്ല കൊണ്ടുപോയത്. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താണോ അവർ കൊണ്ടുവരുന്നത് അത് ഒന്ന് താഴേക്ക് കൊണ്ടുവരാണ്, ലൈൻ ഡൗൺവേർഡ്സ് കൊണ്ടുവരികയാണ്. അതിനാണ് ഡൗൺവേർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ലൈൻ സ്ട്രെച്ചിങ് റീസൺസ്. ഈ ലൈൻ സ്ട്രെച്ചിങ് ആണ് ലൈൻ ഫില്ലിംഗ് എന്ന് നമ്മൾ പറയും അല്ലെ. ഇപ്പൊ നമ്മളൊരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ലൈൻ നമ്മൾ വെക്കുമ്പോൾ, ലൈൻ നമ്മളിങ്ങനെ എഴുതുമ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഫില്ല് ചെയ്യുമ്പോൾ കൂടുതൽ വരികയാണ് ചെയ്യുക അല്ലെ. അത് എന്തുകൊണ്ടാണ് ലൈൻ ഫില്ലിംഗ്, നമ്മൾ അത് എന്ത് റീസൺ കൊണ്ടാണ് ലൈൻ ഫില്ലിംഗ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് എയിമിങ് ഫോർ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് അല്ലെ. നമ്മൾ പുതിയ പ്രോഡക്റ്റ്, നമ്മൾ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കാം, പക്ഷെ എങ്കിൽ കൂടിയും പുതിയ പ്രോഡക്റ്റ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ആണ് നമ്മൾ, അതാണ് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീസൺ ഈസ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് എക്സസ് ആൻഡ് അണ്ടർ യൂസ്ഡ് കപ്പാസിറ്റീസ്. നമ്മളതൊരു ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, ഒരു നോർമൽ യൂട്ടിലൈസേഷനിലേക്ക് കൊണ്ടുവരാണ്. എക്സസ് ആയിട്ടുള്ളതായാലും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ളതായാലും അതിന് നമുക്കൊരു ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ കൊണ്ടുവരികയാണ്. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈൻ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ലൈൻ ഫില്ലിംഗ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഈസ് അറ്റംപ്റ്റ് ടു ഓഫർ എ ഫുൾ ലൈൻ ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നതിനാണ് ഒരു ഫുൾ ലൈൻ ഓഫ് ദ പ്രോഡക്റ്റ് നമ്മളവിടെ കൊണ്ടുവരുന്നത് അല്ലെ. നമ്മൾ ആ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും അല്ലെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഫുൾ ലൈൻ ഓഫ് ദ പ്രോഡക്റ്റ് നമ്മൾ അവിടെ ഓഫർ ചെയ്യുകയാണ്. And next one is in response to dealer complaints about lost sales because of missing items in the line. നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു മിസ്സിങ് അവിടെ വരികയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ലൈൻ വരച്ചു പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു മാർക്കറ്റിങ്ങിന്റെ കേസിലും വരുമ്പോൾ, അതായത് അവിടെ എന്തെങ്കിലും ഒരു മിസ്സിങ് വരുന്നു, അത് കാരണം അവർക്ക് സെയിൽസ് നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കംപ്ലൈൻസ് വരും അല്ലെ. സോ നമ്മൾ അവിടെ എന്ത് പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കും. ആ ഫില്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ മിസ് ചെയ്ത് കിടക്കുന്ന ഐറ്റംസിന്റെ അവിടെ നമ്മൾ പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ലൈൻ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ലൈൻ ഫില്ലിങ് നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവരാനുള്ള റീസൺ നമുക്ക് അവിടെ ഉള്ളത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് പ്ലാനിങ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാവണം നമ്മളത് ഇറക്കുന്നുണ്ടാവണം അല്ലെ. അതിപ്പം നല്ല സക്സസ് ആവണോ, അല്ല ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം, ഈ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ. സോ അതാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. That is one of the critical elements of product management function അല്ലെ. പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ പോവാം, അല്ല മോശമായ രീതിയിൽ നമുക്ക് പോവാം. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് പോകണമെന്നില്ല, പക്ഷെ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ പോകണം എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് വേണം ഓരോ പ്രോഡക്ട്സും അല്ലെങ്കിൽ ഓരോ സർവീസും നമ്മൾ ചെയ്യാനായിട്ട്. And it requires adequate information on the current and anticipated performance of its existing products. നമ്മളൊരു പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടാവണം. നമ്മുടെ ആ ഒരു കറണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിരുന്ന പ്രോഡക്റ്റ് എല്ലാ രീതിയിലും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ഇൻഫർമേഷൻ നമുക്ക് പ്രോഡക്റ്റ് പ്ലാനിങ് ചെയ്യുമ്പോൾ ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഹാസ് 2 dimensions. നമ്മളൊരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ 2 dimensions നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പെർസെപ്ഷൻ ഡയമെൻഷൻ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ് ഡയമെൻഷൻ. പെർസെപ്ഷൻ ഡയമെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമറുടെ പെർസെപ്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്ത് അല്ലെ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്, ആ കസ്റ്റമർ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് വരികയുള്ളൂ, അല്ലെങ്കിൽ സെയിൽസ് കൂടി പ്രോഫിറ്റ് വരികയുള്ളൂ. സോ ആ ഒരു കസ്റ്റമറുടെ പെർസെപ്ഷൻ വഴി എങ്ങനെ ആയിരിക്കണം ഈ ഒരു പ്രോഡക്റ്റ്, ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പെർസെപ്ഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഡയമെൻഷൻ. ഒബ്ജക്റ്റീവ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മുടെ ഓൾറെഡി ഉള്ള ആ ഒരു പ്രോഡക്റ്റും അതേപോലെ അതെങ്ങനെയായിരിക്കണം സെയിൽസ് നടത്തേണ്ടത്, ഏത് രീതിയിലായിരിക്കും അത് കസ്റ്റമർ വാങ്ങേണ്ടത്, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഉള്ള രീതിയിൽ ഒക്കെ നോക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഡയമെൻഷനുകൾ. ഓൾറെഡി ആ ഉള്ള പ്രോഡക്റ്റും അത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു കമ്പാരിസൺ നടത്തി ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റീവ് ഡയമെൻഷൻ പറയുന്നത്. സോ നമ്മൾ ഈ രണ്ട് രീതിയിലുള്ള ഡയമെൻഷൻസ് പ്രകാരമായിരിക്കണം നമ്മുടെ ഒരു പ്രോഡക്റ്റ് എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്. സോ നമ്മളൊരു പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുന്നത്, ചിലപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ചേഞ്ചിനനുസരിച്ചൊക്കെ നമ്മൾ പ്ലാനിങ്ങും നമ്മുടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമായിട്ട് അവിടെ വരും. ഏത് രീതിയിലാണോ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടത്, ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കംപ്ലീഷൻ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. So the next is the origin of the concept and role and responsibility of a product manager. ഒരു പ്രോഡക്റ്റ് മാനേജർ എന്താണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് പ്ലാനിങ് ആണ് ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. സോ ഈ പറയുന്ന പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയാലും അല്ല ബാക്കിയുള്ള ഫംഗ്ഷൻ ആയാലും ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡിന്റെ ആവശ്യമുണ്ട് അല്ലെ. സോ ആ ഒരു ഹെഡാണ് പ്രോഡക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. That is planning, forecasting and marketing of products and services. നമ്മുടെ പ്രോഡക്ട്സ് ആയാലും സർവീസ് ആയാലും ഇതെല്ലാം കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകേണ്ടത് ആര് മാനേജ് ചെയ്യേണ്ട ഏരിയ ആണ്? പ്രോഡക്റ്റ് മാനേജറുടെ ഒരു ഏരിയ ആണ്. ആളായിരിക്കണം എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവേണ്ടത്. ആൻഡ് he is charged with the success of a product but no direct authority over producing and selling the product. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് മാനേജറുടെ ആണ്. മെയിൻ ആയിട്ടുള്ള ചാർജ് ആർക്കാണ്? പ്രൊഡക്റ്റ് മാനേജർക്കാണ്. പക്ഷെ ഒരിക്കൽ പോലും ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യുന്നതോ ഈ ഒരു പ്രൊഡക്റ്റ് മാനേജർ ആവുന്നില്ല. പക്ഷെ അതിന്റെ പിന്നിൽ നിന്നും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ രീതിയിലുള്ള ചാർജ്, ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് സക്സസ് എന്ന് പറയുന്നത് ആരുടെ ഏരിയ ആണ്? ഒരു പ്രൊഡക്റ്റ് മാനേജറുടെ ഏരിയ ആണ്. സോ ഒരു പ്രൊഡക്റ്റ് മാനേജർ ആണ് ഒരു പ്രൊഡക്റ്റ് സക്സസ് ആയാൽ ഉള്ള ക്രെഡിറ്റ് പോകുന്നതും പ്രൊഡക്റ്റ് മാനേജർക്കാണ്. അതുപോലെ തന്നെ അത് മോശമായാലുള്ള അതിന്റെ പഴി കേൾക്കേണ്ടതും ആരാണ്? ഒരു പ്രൊഡക്റ്റ് മാനേജറാണ്. സോ ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് മാനേജറുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ, പ്ലാനിങ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഫോർകാസ്റ്റിംഗ് ആയാലും മാർക്കറ്റിംഗ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും എന്ത് കാര്യങ്ങളായാലും ഒന്നിലും ഡയറക്റ്റ് ആയിട്ട് ആൾ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരുടെ ഏരിയ ആണ്? ഒരു പ്രൊഡക്റ്റ് മാനേജറുടെ ഏരിയ ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ മെട്രിക് സ്ട്രക്ചർ അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റുകൾ ചേരുന്നതാണ് ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആരാണ് കൊണ്ടുപോകുന്നത്? പ്രോഡക്റ്റ് മാനേജർ ആണ് കൊണ്ടുപോകുന്നത്. സോ ഇതൊരു മെട്രിക് സ്ട്രക്ചർ ആണ്. അതായത് പല ഡിപ്പാർട്ട്മെന്റുകളാണ്, പല സ്ട്രക്ചർ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഒരു പ്രൊഡക്റ്റ് മാനേജറുടെ ജോബ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം ഒരുപാട് മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു പ്രൊഡക്റ്റ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അത് ഏതൊക്കെ രീതിയിലാണ് ഡിഫറൻസിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പ്, ഏതൊക്കെ രീതിയിലാണ് ആ റിലേഷൻഷിപ്പ് ഉള്ളത്, അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ആൻഡ് പ്രൊഡക്റ്റ് പ്ലാനിങ്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ്. ആൻഡ് ഓൾസോ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൊഡക്റ്റ് മാനേജർ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ യൂണിറ്റ് 1 പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഏതൊക്കെ സൈഡിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് വിത്ത് ആൻ എക്സാമ്പിൾ. സോ ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഒന്നാമത്തെ, അതായത് കോർ പ്രോഡക്റ്റ്. എന്താണ് കോർ പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മൾ പ്രോഡക്റ്റ് ക്യാരക്ടറൈസേഷനിൽ നമ്മൾ എന്താണെന്നുള്ളത് പഠിച്ചതാണ് അല്ലെ. അതായത് പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ നമ്മൾ അവിടെ പഠിച്ചതാണ് പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്താണ്, അതിനാണ് നമ്മൾ കോർ പ്രോഡക്റ്റ്. ബേസിക് പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതിനാണ് കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് ഓൾസോ ലേബലിംഗും നമ്മൾ അവിടെ പഠിച്ചതാണ് അല്ലെ. നമ്മൾ ഒരു പാക്കേജിങ്ങിന്റെ
പുറത്ത് ലേബൽ നമുക്ക് ഉണ്ടാവും. നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഇതാണ് ലേബലിംഗ് എന്നുള്ളതും പറയുന്നത്. സോ അത് രണ്ടും നമ്മൾ പഠിച്ചത്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 2 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ബാക്കി രണ്ടാമത്തെ നാലാമത്തെ നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ കോർ പ്രോഡക്റ്റും ലേബലിംഗും നമ്മൾ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. And next question is discuss the meaning and scope of product management function. Product management function എന്താണെന്നുള്ളത് അതും നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ഹൗ എ പ്രൊഡക്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് അല്ലെ. പല ക്ലാസിഫിക്കേഷൻസ്, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചല്ലേ, ഓൺ ദ ബേസിസ് ഓഫ് ടാഞ്ചിബിലിറ്റി, ഡ്യൂറബിലിറ്റി ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ആൻഡ് ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. സോ ഇത് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2022 വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 3 ഓഫ് ദ ഫോളോയിങ്. ഇതിൽ നമ്മൾ ആദ്യത്തെ, ബാക്കി 4 നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സ് നമ്മൾ നോക്കുന്നതായിരിക്കും. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അല്ലെ. ക്ലാസിഫിക്കേഷൻ കൺസ്യൂമർ ഗുഡ്സിൽ തന്നെ ഇപ്പൊ കൺവീനിയൻസ് ഗുഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ കൺസ്യൂമർ ഗുഡ്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ അടക്കവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിന്റെ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അതും നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2022 നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു യൂണിറ്റ് നമ്മൾ അതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. സോ താങ്ക് യു.